ഇനി നമുക്ക് അറേബ്യൻ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മാങ്ങ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് പാലെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ചൂടാറി വരുമ്പോൾ മാംഗോ പൾപ്പ് പകുതി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ക്രീമും കൂടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ബാക്കി മാറ്റി വെച്ച കുറച്ച് മാംഗോ പൾപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എൻ്റെ വിപ്പിംഗ് ക്രീം മധുരം ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളത് മധുരം ഇല്ലെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കും. പുഡിങ് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കുക. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബ്രെഡ് ആയിക്ക് വെച്ച് കൊടുക്കുക. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ കസ്റ്റാർഡിൻ്റെ മാംഗോ മിക്സില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. കസ്റ്റാർഡ് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചതുകൊണ്ടാണ് കേട്ടോ അതിൽ ആ കറുപ്പ് കളർ കാണുന്നത്. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ലാസ്റ്റാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ആ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഒഴിക്കണം മുന്നേ നമ്മൾ ഈ പുഡിങ് കുറച്ചു നേരം തണുപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാംഗോ പൾപ്പും ഉണ്ട്. നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളും, എന്തായാലും ഇഷ്ടമാവും.